അസ്സലാമലൈക്കും. ഇന്ന് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് മേടിച്ചിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികളാണ് ഇതെല്ലാം. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് കോൺഫ്ലവർ, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മൈദപ്പൊടി ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. അതിന് ശേഷം ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂണ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ മസാല ഒക്കെ കഴിക്കാൻ തന്നെ. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം സുർക്കയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതുപോലെ 1 കോഴിമുട്ടയും ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിക്കണം. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതേ രീതിയിൽ തന്നെ മസാലകളൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചട്ടിയിലൊന്നും പറ്റി പിടിക്കില്ല, അതുപോലെ മസാല ഒന്നും ഇങ്ങനെ കൊഴിഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. ആ ചിക്കന്മേ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിക്കണം. അതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം. അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 പച്ചമുളക് ഇതുപോലെ 4ആയി കീറിയതും 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ചട്ടിയിലൊക്കെ പറ്റി പിടിക്കണതിനും മീനാണെങ്കിലും അതുപോലെ ഉണക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അടിയിലൊന്നും പിറ്റി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു ഭാഗമൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിക്കണം കേട്ടോ. ആ വീഡിയോൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിക്കണം. ഇത് ഒന്നുപാടിക്കൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് മൂപ്പിച്ച് എടുക്കും വേണം കേട്ടോ. പിന്നെ ഇത് ഇട്ട പാടന്നെ നമ്മൾ വേഗം ഇതിങ്ങോട്ട് മറിച്ച് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഇതിൻ്റെ കായം പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം മൂപ്പായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഞാനൊന്ന് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ നല്ലൊരു മണത്തോടൊക്കെ നമുക്ക് ഈ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ട് കൊടുത്തിക്കണം. എന്നാലും അത് കുറച്ച് മൂപ്പായി പോയില്ലേ. അപ്പോൾ ഇതുപോലെ എടുക്കാൻ നേരത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് 2 ഭാഗമൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ആ ചിക്കനൊക്കെ ഫുള്ളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.